ഒരു കാല കൊത്തിയ തൂണ് ഒരു കാല പൊക്കേണ്. എന്ത്? മലവെട്ടുവ സമുദായത്തിലെ കല്യാണ സമയത്ത് എത്ര തൂണ് വേണമെന്നും എന്തൊക്കെ ആവണമെന്നും എങ്ങനെയാണ് നമ്മൾ ഗോത്ര കലകളെ സമീപിക്കേണ്ടത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്താണ് ഗോത്രം? അവരെവിടെയാണ് താമസിക്കുന്നത്? എന്താണ് അവരുടെ ആവാസ വ്യവസ്ഥയുടെ പ്രത്യേകതകൾ? ഭാഷ വളരെ മംഗലം കളിയിലെ വളരെ പ്രധാനം. നിങ്ങൾ ഓരോ വാക്കുകൾ ഉപയോഗിക്കുമ്പോഴും തെറ്റ് കാണുമ്പോൾ ഞങ്ങൾ ആ വാക്കുകൾ ഇവിടെ എഴുതുന്നു. പലപ്പോഴും പല സമയത്ത് പോകുമ്പോഴും പച്ചത്തെറികളായിട്ട് വാക്കുകൾ മാറുന്നു എന്നുള്ളതാണ്. സ്റ്റേജ് മാനേജറുടെ ചെറിയൊരു അനുമതിയോടുകൂടി ചില കാര്യങ്ങൾ സൂചിപ്പിക്കണം എന്നുള്ളത് കൊണ്ട് ഒരു ഗോത്ര അംഗം എന്ന നിലയിൽ ചില കാര്യങ്ങൾ മാത്രം ഞാൻ ആരെയും നോവിക്കാതെ കുറച്ച് വാക്കുകൾ പറയാം. ഇത് 2ാമത്തെ വർഷമാണ് ഗോത്ര കലകൾ കേരള സ്കൂൾ കലോത്സവത്തിൽ ഭാഗമായിട്ട് വരുന്നത്. എങ്ങനെയാണ് നമ്മൾ ഗോത്ര കലകളെ സമീപിക്കേണ്ടത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്താണ് ഗോത്രം? അവരെവിടെയാണ് താമസിക്കുന്നത്? എന്താണ് അവരുടെ ആവാസ വ്യവസ്ഥയുടെ പ്രത്യേകതകൾ? എന്താണ് അവരുടെ തനത് ഗോത്ര നൃത്തങ്ങളുടെ പ്രത്യേകതകൾ? വാമൊഴിയായിട്ട് മൂർധാവിലൂടെ കൈമാറി വന്ന ഒരു ആചാര അനുഷ്ഠാന കലാരൂപങ്ങളാണ് ഓരോ ഗോത്രകലകളും. ആ ഗോത്രകലകളെ നമ്മൾ സമീപിക്കുമ്പോൾ അതിന് വ്യക്തമായിട്ടുള്ള നിയമചട്ടക്കൂടുകളുണ്ട്. ഓരോ ചുവടുകൾക്കും ഓരോ കൊട്ടുകൾക്കും ഓരോ ചലനങ്ങൾക്കും നിയമങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂർധാവിലൂടെ വാമൊഴിയായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അതിനെയാണ് 2 സംസ്കാരത്തെ, മാവില മലവെട്ടുവ സംസ്കാരത്തെ, ആ ജീവിതത്തെയാണ്, കഴിഞ്ഞുപോയ ആ ജീവിതത്തെ അല്ലെങ്കിൽ ഇന്നുള്ള ആ ജീവിതത്തെയാണ് വേദിയിലേക്ക് കൊണ്ടുവരുന്നത്. നിങ്ങൾക്കത് ഇപ്പോൾ കണ്ടതായിരിക്കാം. കാരണം ഒരു പുതിയ ഭാഷ, പുതിയ സംസ്കാരമാണ് നിങ്ങൾ ഈ ഒരു 2 വർഷം കൊണ്ട് കാണുന്നത്. ഞങ്ങൾ ജനിക്കുമ്പോൾ മുതലേ താരാട്ടുപാട്ടായി പുർലി അടക്കം കേട്ട് വളർന്നവരാണ്. ആയതുകൊണ്ട് അതിൻ്റെ ചലനങ്ങളും കൊട്ടുകളും പാട്ടുകളും അതിൻ്റെ സ്പന്ദനം അമ്മയുടെ ഗർഭപാത്രത്തിലൂടെ അടക്കം നമ്മൾ അറിഞ്ഞു വരുന്നവരാണ്. ആയതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ഇനി ഉള്ള മത്സരങ്ങളിലും അടുത്ത വർഷങ്ങളിലും നിങ്ങൾക്കത് മുതൽക്കൂട്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേറൊന്നുമല്ല, എന്തിനാണ് നമ്മൾ കാലിൽ നൂല് ധരിക്കുന്നത്? ആരാണ് കാലിൽ നൂല് ധരിക്കുന്നത്? ഗോത്രകലകൾക്ക് കേരളത്തിൽ അങ്ങോളമുള്ള സബ് ജില്ലകളിലൂടെ ജില്ലാ മത്സരങ്ങളിലൂടെ പോകുമ്പോൾ കാണാൻ സാധിക്കുന്നത് കാലിൽ നൂല് ധരിക്കുന്നു. ഇവിടെയുള്ള ഏതെങ്കിലും ഒരു പരിശീലകന് പറയാൻ പറ്റുമോ ഗോത്രത്തിലെ ഈ മംഗലം കളിയിലെ എൻ്റെ ഗോത്രത്തിലെ മലവെട്ടുവ സമുദായത്തിലെ എപ്പോഴാണ് ആരാണ് എങ്ങനത്തെ സാഹചര്യത്തിലാണ് കാലിൽ നൂല് ധരിക്കുന്നതെന്ന് പരിശീലകർക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. ആരാണ് നൂല് ധരിക്കുന്നതെന്നും എന്തിനാണ് നൂല് ധരിക്കുന്നതെന്നും ഇവിടെയുള്ള മുഖ്യധാരാ സമൂഹത്തിനറിയാം. എന്തുകൊണ്ടാണ് അത് നൂല് ധരിക്കുന്നതെന്ന് ഞാനത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ല. കഴിഞ്ഞ 4 മത്സരങ്ങളിൽ ഇവിടെയുള്ള 4 മത്സരങ്ങളിലും 4 മത്സരത്തിലും കാലിൽ നൂല് ധരിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഞങ്ങൾക്ക് ഈ പ്രോഗ്രാം ആ മത്സരം ഗ്രേഡ് നൽകാതെ ഡിസ്ക്വാളിഫൈ ചെയ്യാം. ഒരു ഗോത്രത്തെയാണ് അപമാനിക്കുന്നത്. അതുപോലെ തന്നെ ഭ്രമണക്കോല് എല്ലാവരും ഇവിടെ ഒരു പനയുടെ ഇലകൾ കൊണ്ട് വെച്ചിട്ടുണ്ട്. പാരമ്പര്യമായിട്ട് അതിനൊരു ചട്ടക്കൂടുണ്ട് 2 സമുദായത്തിലും. അതിൻ്റെ അടിയിൽ അടിമപ്പണം എന്ന് പറയുന്ന 5.25 രൂപയും 5 വെറ്റിലയും 1 അടക്കയും വെച്ചിട്ട് അത് ചടങ്ങാണ്. 2 സമുദായത്തിലും മാറ്റമുണ്ട്. 63 തൂണ് കൊത്തേണ് ചങ്ങാതി, 63 പാവല് കൊത്തേണ് ചങ്ങാതി, ഒരു കാല കൊത്തിയ തൂണ് ഒരു കാല പൊക്കേണ്. എന്ത്? മലവെട്ടുവ സമുദായത്തിലെ കല്യാണ സമയത്ത് എത്ര തൂണ് വേണമെന്നും എന്തൊക്കെ ആവണമെന്നും വളരെ വ്യക്തമായിട്ട് പാരമ്പര്യമായിട്ട് എഴുതി വെച്ചതാണ്. കോട്ടക്കോലുകളാണ്. 2 സമുദായത്തിനും വരുമ്പോൾ വേഷവിധാനത്തിനാണെങ്കിലും ഇവിടെയുള്ള സ്റ്റേജ് സജ്ജീകരണത്തിനൊന്നും മാർക്കില്ല. വളരെ വ്യക്തമായിട്ട് മാനുവലിൽ പറയുന്നുണ്ട്. രംഗാവതരണത്തിന് മാർക്കില്ല.
അതുപോലെ തന്നെയാണ് തുടിവന്ദനം. ഞങ്ങളൊരു തുടി എടുക്കുന്നുണ്ടെങ്കിൽ അതിന് 3 തലോടുകളുണ്ടാവും. അതിനെ വന്ദിക്കണം, ഭൂമിയെ വന്ദിക്കണം. മംഗലകളി എന്ന് പറയുന്നത് കാലുകൊണ്ട് ഭൂമിയെ ചവിട്ടലല്ല, ഭൂമിയെ കാലുകൊണ്ട് തലോടുകയാണ്. അതാണ് മംഗലം കളി. ഇവിടെയുള്ള പരിശീലകരെ ആദ്യം മനസ്സിലാക്കേണ്ടത് ആ തലോടുകളെ പഠിക്കണം. അല്ലാത്ത പക്ഷം ഭൂമിയെ ചവിട്ടുന്നത് ഞങ്ങളിവിടെ വിലയിരുത്തുമ്പോൾ മാനുവലിൽ പറയുന്നത് തനത് ചുവടുകൾക്ക്, തനത് പാട്ടുകൾക്ക്, തനത് വേഷങ്ങൾക്ക്, തനത് ആയിട്ടുള്ള അവതരണത്തിന് മാത്രമേ മാർക്ക് നൽകാവൂ എന്നുള്ളതാണ്. അത് മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ കാണുന്നത് ഇവിടെയുള്ള വിദ്യാർത്ഥികളോടല്ല ഞാൻ പറയുന്നത്, ഇവിടെയുള്ള പരിശീലകരോടും മറ്റുള്ള പാരൻസിനോടാണ്. കുട്ടികളോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർക്ക് എന്താണോ പരിശീലകർ പറഞ്ഞു കൊടുക്കുന്നത് അതാണ് അവരുടെ മുമ്പിലുള്ള കൺകണ്ട സത്യം. അവരതേ പറയും, അതേ കളിക്കും. പക്ഷെ പരിശീലകർ യഥാർത്ഥ സത്യം മനസ്സിലാക്കണം എന്ന് ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒപ്പം തന്നെ ഏറ്റവും അവസാനം കൊട്ട് തീർക്കുന്നത്, ഓരോ സമയത്ത് ഓരോ കളിയുടെ അവസാനം കൊട്ട് മറിയുന്നത് അടക്കം വളരെ പ്രാധാന്യമുള്ളതാണ്. ഒപ്പം തന്നെ തനത് ചുവടുകൾ, അതിനേക്കാൾ ഉപരി ഭാഷ. എന്നെ ഭാഷ നിക്കറ് പണ്ട് കയറി തിരിയാണ്ട്, മുമ്പുള്ള ഭാഷ ആകുന്നുണ്ട് നിക്കറയിൽ തിരിയാണ്ട്. നിക്കറിൻ്റെ പുതർ എന്താണ് നിങ്ങളുടെ പേര്? ഭാഷ വളരെ മംഗലം കളിയിലെ വളരെ പ്രധാനം. നിങ്ങൾ ഓരോ വാക്കുകൾ ഉപയോഗിക്കുമ്പോഴും തെറ്റ് കാണുമ്പോൾ ഞങ്ങൾ ആ വാക്കുകൾ ഇവിടെ എഴുതുന്നു. കാരണം അത് മൈനസാണ്, ഞങ്ങളെ അപമാനിക്കുന്നതാണ്. പലപ്പോഴും പല സമയത്ത് പോകുമ്പോഴും പച്ചത്തെറികളായിട്ട് വാക്കുകൾ മാറുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഭാഷാപ്രയോഗം വളരെ ശ്രദ്ധിക്കണം. ഒപ്പം തന്നെ കൂടുതലൊന്നും പറഞ്ഞ് ഞാൻ മുഷിപ്പിക്കുന്നില്ല. ഞങ്ങളൊരു എ ഗ്രേഡ് നൽകുന്നത് നിങ്ങൾ ഇനി അടുത്ത വർഷവും ഈ കലയെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ്. അല്ലാത്ത പക്ഷം ഞങ്ങളുടെ തനത് നാട്ടിലുള്ള ആ തനത് ചുവടുകൾ നോക്കുമ്പോൾ ഇവിടെ വന്നതിൽ ഞങ്ങൾക്ക് എ ഗ്രേഡ് കൊടുക്കാനില്ല. കൈചലനമാണെങ്കിലും കാല് ചലനമാണെങ്കിലും വളരെ മോശമാണ്. പക്ഷെ എന്നിരുന്നാലും ഞങ്ങൾ എ ഗ്രേഡ് കൊടുക്കുന്നു. കാരണം അത് പ്രചോദനമാണ്. കിട്ടാത്തവർ അടുത്ത വർഷം അത് പ്രചോദനമായിട്ട് കരുതുക. അടുത്ത വർഷം നിങ്ങൾ ഇനിയും പഠിക്കുമ്പോൾ നല്ല എ ഗ്രേഡ് ലഭിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹയർ സെക്കൻഡറി വിഭാഗം മംഗലം കളി മത്സരത്തിൽ സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടിയ കോഡ് നമ്പർ 6 എല്ലാവിധ